നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ ജാമ്യത്തിനെതിരെ SIT ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. കണ്ഠരര് രാജീവർ പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ തന്ത്രിയുടെ അറസ്റ്റ് മന്ത്രിയെ രക്ഷിക്കാനെന്ന് രമേശ് ചെന്നിത്തല. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് ഇവിടെ ഉണ്ടായത്. അപ്പൊ തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. രോഗിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട സംഭവമെന്ന് MV ഗോവിന്ദൻ. കുറേയും കൂടി സെൻസിറ്റീവായിട്ടുള്ള മേഖലയാണ് ആരോഗ്യ മേഖല. അപ്പോൾ ആരോഗ്യ മേഖല നല്ല ശ്രദ്ധയോടുകൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ അപൂർവമായിട്ടുണ്ടാകുന്നുണ്ട്. അപൂർവമായിട്ടുണ്ടാകുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലോടുകൂടി മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. മന്ത്രിയും അത് തന്നെയാണ് പറഞ്ഞത്. നെടുമങ്ങാട്ടെ നവജാത ശിശുവിന്റെ മരണത്തിൽ ഡോക്ടർക്ക് ഗുരുതര വീഴ്ചയെന്ന് അന്വേഷണ സമിതി. മഞ്ചേരി മെഡിക്കൽ കോളേജിലും ചികിത്സാ പിഴവ് പരാതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിനിധി സംഘം സംസ്ഥാനത്ത് ചീഫ് സെക്രട്ടറിയുമായി ചർച്ച നടത്തും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് BJP. ജമ്മുകശ്മീരിൽ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ അടക്കം 2 ഭീകരരെ സൈന്യം വധിച്ചു. ആയുധങ്ങൾ പിടിച്ചെടുത്തു. ഓപ്പറേഷൻ ട്രാഷ് തുടരുന്നു. കിഷ്ത്വാർ ജില്ലയിൽ വ്യാപക തെരച്ചിൽ. केरला की एक नन्ही मासूम आलिन शेरिन अब्राहम को खो दिया है. महज 10 महीनों में वो इस दुनिया से चली गई. कल्पना कीजिए, उसके सामने पूरी जिंदगी थी जो अचानक खत्म हो गई. അവയവദാനം ചെയ്ത ആലിൻ ഷെറിനെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി. മാതാപിതാക്കൾക്ക് അഭിനന്ദനം. കുഞ്ഞാലിൻ മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുന്നു. വൈദ്യശാസ്ത്ര ഗവേഷണത്തിന് ഊർജ്ജം ലഭിക്കുമെന്നും മോദി. വിജയ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങുന്നു. സ്റ്റാലിന്റെ കോട്ട പിടിക്കാൻ ദളപതി. പെരമ്പൂരിൽ നിന്ന് ജനവിധി തേടും. പ്രമേയം പാസാക്കി TVK. കോഴിക്കോട് മാങ്കാവ് ഹോട്ടലിന് നേരെ ആക്രമണം. പ്രകോപനം ഭക്ഷണം കഴിച്ച പണം ചോദിച്ചതിന്. ജീവനക്കാരനെ ഇരുമ്പ് വടി കൊണ്ട് മർദ്ദിച്ചു. എറണാകുളത്ത് ബാറിൽ ആളുമാറി യുവാവിനെ മർദ്ദിച്ച CCTV ദൃശ്യങ്ങൾ പുറത്ത്. T20 ലോകകപ്പിന്റെ സൂപ്പർ 8 മത്സരങ്ങൾക്ക് തുടക്കം. ഇന്ത്യയുടെ എതിരാളികൾ ദക്ഷിണാഫ്രിക്ക. പോരാട്ടം 7 മണി മുതൽ അഹമ്മദാബാദിൽ. അഭിഷേക് ശർമ്മ ഫോമിലേക്ക് ഉയരുമോ എന്നതിൽ ആകാംക്ഷ. വാർത്തകൾ വിശദമായി നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിച്ചുള്ള കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിലെ പരാമർശങ്ങൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ SIT. പരാമർശങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനും നിരീക്ഷണങ്ങൾ കേസിനെ ബാധിക്കുമെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുമാണ് SITയുടെ ശ്രമം. ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച തീരുമാനമുണ്ടാകും. അറസ്റ്റിലായി 41ാം ദിവസമാണ് തന്ത്രിക്ക് ജാമ്യം ലഭിച്ചത്. ജാമ്യ ഉത്തരവിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർത്തുന്നത്. തന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ലെന്ന പരാമർശം അടക്കം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കേസിന്റെ മെറിറ്റിലേക്ക് പോയിക്കൊണ്ടുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശമുള്ളതാണ്. എന്നാൽ അതിന്റെ ലംഘനം കൊല്ലം വിജിലൻസ് കോടതിയുടെ ജാമ്യ ഉത്തരവിലുണ്ടെന്നാണ് SIT വിലയിരുത്തൽ. നിയമവിദഗ്ധരുമായി SIT കൂടിയാലോചന നടത്തുന്നുണ്ട്. ഇതിനുശേഷമാകും ഹൈക്കോടതിയെ സമീപിക്കുക. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ MV ഗോവിന്ദൻ. തന്ത്രിയൊക്കെ പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽപ്പെടുന്നയാളാണെന്ന് ഗോവിന്ദൻ. പോറ്റിയെ കയറ്റിയത് KC വേണുഗോപാൽ എന്നായപ്പോൾ മാധ്യമങ്ങളും കോൺഗ്രസും മൗനം പാലിച്ചെന്നും അദ്ദേഹം വിമർശിച്ചു. പറഞ്ഞു 10 കൊല്ലം അങ്ങോട്ടേക്കും 10 കൊല്ലം ഇങ്ങോട്ടേക്കും അന്വേഷിക്കണം. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജിലൻസ് അന്വേഷണം ഭാഗത്ത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള കാര്യം വന്നപ്പോൾ കോൺഗ്രസിന് മിണ്ടാട്ടില്ല. പിന്നെ ഈരടി ഉണ്ടാക്കിയിട്ട് പോറ്റിയേക്ക് ചെയ്താരപ്പ നിങ്ങളെല്ലാം കൂടി ചോദിച്ചില്ലേ? നിങ്ങളാരാ ഉത്തരം? നിങ്ങളാരാ അന്ന് പറഞ്ഞത്?
ആരാ പറഞ്ഞ് സഖാക്കളാണപ്പാ. ഇപ്പോഴോ മനസ്സിലായല്ലോ ആരാണെന്ന്. ആരാ? KC വേണുഗോപാലിനാണപ്പാ എന്ന ഉത്തരം കിട്ടിയപ്പോൾ പിന്നെ വർത്താനമില്ല, മുണ്ടാട്ടുമില്ല, ഒരു ചാനലിലും മുണ്ടാട്ടുമില്ല, ചർച്ചയുമില്ല, ഒരു യുദ്ധമില്ല, അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനെതിരായിട്ട് വരുന്നത് വലിയ വാർത്ത. കോൺഗ്രസിനും BJP സന്ദർശന ഗാലറിയിലേക്കാണ് കടന്നുപോയത്. ആരെ പിടിച്ചപ്പോൾ? തന്ത്രീനെ പിടിച്ചപ്പോൾ BJP. പിന്നെ ED വന്നപ്പോൾ തന്ത്രീൻ്റെ അടുത്ത് മാത്രം പോയില്ല, എന്താ പോവാതെ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ രാഷ്ട്രീയമാണ്. ഞങ്ങളൊരു കാര്യം അന്നേ പറഞ്ഞിട്ടുണ്ട്, സ്വർണം ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട ആരാണോ ഉത്തരവാദി അവരെല്ലാം പിടിക്കണം, ഒരാളെയും സംരക്ഷിക്കാനില്ല. എന്നാൽ ഇതെല്ലാം മാറി ഞങ്ങൾ സംരക്ഷിക്കാനുണ്ട് എന്ന് നാണം കെട്ട രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് UDF, കോൺഗ്രസ്, BJP. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്ക് ജാമ്യം നൽകിയ ഉത്തരവിൽ അസാധാരണത്വമുണ്ടെന്ന് മന്ത്രി P. രാജീവ്. അവസാന വിധി പോലെയായിരുന്നു തന്ത്രിയുടെ ജാമ്യവിധി. ഹൈക്കോടതിയാണ് SIT അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നതെന്നും സർക്കാർ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലെന്നും P. രാജീവ് പ്രതികരിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് മോണിറ്റർ ചെയ്യുന്നത്. അവരുടെ മുൻപിലേക്കാണ് അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് വരുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു, സാധാരണഗതിയിൽ ഹൈക്കോടതിയുടെ ഈ മുൻപിൽ ഓരോ അറസ്റ്റ് നടക്കുമ്പോഴും അത്തരം കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുൻപിൽ വരുന്നുണ്ട്. ഏതെങ്കിലും അറസ്റ്റ് ശരിയല്ല എന്ന് തോന്നിയാൽ സാധാരണഗതിയിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആകുമ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരണം. ഞങ്ങളെ സംബന്ധിച്ച് തന്ത്രി മാത്രമല്ല, ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആരെങ്കിലും കുറ്റവാളിയാണെന്നോ ആരെങ്കിലും കുറ്റവാളി അല്ലെന്നോ ഇതിന് പുറത്ത് ആരെങ്കിലുമൊക്കെ കുറ്റവാളികളാണെന്നോ ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അഭിപ്രായമില്ല. ഇത് നിഷ്പക്ഷമായ അന്വേഷണം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്നതിൽ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിക്കുന്നു. ആ ഡിവിഷൻ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത്. ഇനി ഈ SIT അവരുടെ അന്വേഷണം ശരിയായ ദിശയിലല്ല, ഇന്ന ആളുകൾ മാറണം, ഇതെല്ലാം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് തീരുമാനിക്കാം. അവരാണ് ഓരോരുത്തരുടെ നിയമനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്, അവരുടെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇന്നയാൾ കുറ്റക്കാരനാണെന്നോ ഇന്നയാൾ കുറ്റക്കാരനല്ലെന്നോ അത് സംബന്ധിച്ച് ഗവൺമെന്റ് ഒരു അഭിപ്രായവും പറയേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തത് മന്ത്രിയെ രക്ഷിക്കാനാണെന്ന ആരോപണവുമായി രമേശ് ചെന്നിത്തല. ശബരിമല വിഷയത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ്, ഇതിന് ജനം ചുട്ട മറുപടി നൽകുമെന്നും ചെന്നിത്തല പറഞ്ഞു. കൊള്ളയ്ക്ക് പിന്നിലെ വൻ തോക്കുകളെ സംബന്ധിച്ച് ഹൈക്കോടതി സൂചന നൽകിയിട്ടും SIT അനങ്ങിയില്ലെന്ന് വിമർശിച്ച ചെന്നിത്തല CPM നോമിനിയായിരുന്ന PS പ്രശാന്ത് ഗുരുതരമായ തെറ്റ് ചെയ്തെന്നും കുറ്റപ്പെടുത്തി. CPM-ന്റെ നോമിനിയായിരുന്ന PS പ്രശാന്ത് ഈ കാര്യത്തിൽ ഗുരുതരമായ തെറ്റ് ചെയ്തു എന്നത് വളരെ വ്യക്തമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു കൊണ്ട് പ്രശാന്ത് നടത്തിയ ഗുരുതരമായ തെറ്റുകൾ, ബോർഡ് എടുത്ത തീരുമാനങ്ങൾ, ഇതേ സംബന്ധിച്ച് അദ്ദേഹത്തെ 2 തവണ രഹസ്യമായി ചോദ്യം ചെയ്ത് വിടുകയാണ് ചെയ്തത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് ഇവിടെ ഉണ്ടായത്. അപ്പം തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അതിൻ്റെ കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച PS പ്രശാന്തിൻ്റെ എന്നാൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കൃത്യവിലോപങ്ങളും തീരുമാനങ്ങളും അന്വേഷിക്കാതെ, അതുപോലെ തന്നെ വൻ തോക്കുകളിലേക്ക്, മുൻ മന്ത്രിമാരിലേക്ക്, ഇപ്പോഴത്തെ മന്ത്രിയിലേക്കും അന്വേഷണം നീളാതിരിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന് വളരെ വ്യക്തമാവുകയാണ്. ശബരിമല ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ കളിക്ക് ജനങ്ങൾ ചുട്ട മറുപടി നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ആറന്മുള ക്ഷേത്രത്തിൽ വീണ്ടും പരിശോധന. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയാണ് പരിശോധന നടത്തുന്നത്. ദേവസ്വം സ്ട്രോങ് റൂമിലാണ് പരിശോധന. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പ്രോട്ടോകോൾ പാലിക്കാനാവാത്തതും ജീവനക്കാരുടെ കുറവും ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട്. ഉപകരണങ്ങളെല്ലാം ഉണ്ടോ എന്ന് സ്ക്രബ് നഴ്സിനോട് ചോദിച്ചുറപ്പുവരുത്തിയ ശേഷമാണ് ഡോക്ടർ തുന്നലിട്ടത്. ശസ്ത്രക്രിയ സമയത്തെ സർജൻസ് നോട്ട് കൃത്യമാണെന്നും ഈ സമയം സ്ക്രബ് നഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്.
വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കൃത്യമായി ആരാണ് പ്രതി അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് ചികിത്സാ പിഴവ് പറ്റിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്ത റിപ്പോർട്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന് കൈമാറിയിരിക്കുന്നത്. ഇതിൽ അതായത് ഡോക്ടർ കൃത്യമായി ചോദിച്ചു, സ്ക്രബ് നഴ്സിനോട് ചോദിക്കുന്നു ഉപകരണങ്ങളെല്ലാം തന്നെ ഉണ്ടോ എന്ന കാര്യങ്ങൾ ചോദിക്കുന്നു. നഴ്സ് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തുന്നിയത്, അതായത് ഈ ഒരു ശസ്ത്രക്രിയ അവസാനിപ്പിച്ച് തുന്നലിലേക്ക് കടന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ എങ്ങനെ ഈ ഒരു ആർട്ടറി ഫോർസെപ്സ് അല്ലെങ്കിൽ കത്രിക അകത്തേക്ക് വന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിനൊപ്പം തന്നെ ശസ്ത്രക്രിയ സമയത്ത് പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കാൻ തക്ക രീതിയിലുള്ള ഈ ഒരു സ്റ്റാഫുകളുടെ സ്ട്രെങ്ത്തിൽ കുറവുണ്ടായിരുന്നു. ഒപ്പം ഈ ഒരു സ്ക്രബ് നഴ്സിന് തൊട്ടടുത്ത മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് കൂടി പങ്കെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. പക്ഷേ ഈ ഒരു കത്രിക എങ്ങനെ രോഗിയുടെ അകത്തേക്ക് വയറ്റിനകത്തേക്ക് എത്തി എന്ന കാര്യത്തിൽ കൃത്യമായ ചോദ്യമില്ല, ഉത്തരമില്ല. അതിനൊപ്പം തന്നെ ഇതിൽ എങ്ങനെ ആരുടെ ഭാഗത്തുനിന്നാണ് പിഴവ്, ഡോക്ടറുടെ ഭാഗത്തു നിന്നാണോ അല്ലെങ്കിൽ നഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചികിത്സാ പിഴവിന്റെ ഭാഗമായിട്ടാണോ ഈ ഒരു കത്രിക 5 വർഷത്തോളം കാലം ഈ ഒരു രോഗിയുടെ അകത്ത് കുടുങ്ങിക്കിടന്നത് എന്ന കാര്യത്തിലും വ്യക്തതയില്ല. മാത്രമല്ല 2020 നടന്ന ശസ്ത്രക്രിയയാണ്, അതിപ്പോൾ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു, 6 വർഷത്തോളം അടുക്കുന്നു. ആ സമയത്തടക്കം ഇത്രയും സമയം എന്തുകൊണ്ട് ഈ ഒരു സംഭവം കണ്ടെത്തിയില്ല? ഒരു ശസ്ത്രക്രിയയുടെ സമയത്തടക്കം ഈ ഒരു ഉപകരണം കാണാതെയാകുന്നു. കാരണം ഇതിനെല്ലാം കണക്കുള്ള ഒരു വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള സമയത്തടക്കം ഈ ഒരു ഉപകരണം കാണാതായതിലടക്കം എന്തുകൊണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും കൃത്യമായ ഒരു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അതിൽ കൃത്യമായ ഒരു അന്വേഷണമോ നടന്നില്ല എന്ന കാര്യത്തിലടക്കം വ്യക്തതയില്ല. എന്ത് തന്നെയായാലും ഈ ഒരു കത്രികയുടെ കാലപ്പഴക്കം അന്വേഷിക്കാൻ, അതിന്റെ കാലപ്പഴക്കം മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ കത്രിക പോലീസിന് കൈമാറിയിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയുടെ അടക്കം ഫലമായി ഇതിന്റെ കാലപ്പഴക്കം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസ് നടപടികളിലേക്ക് കടക്കുമെന്ന് ആണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഇതിൽ എന്താണ് നടന്നത്, അതായത് പോലീസ് ഇപ്പോൾ വകുപ്പ് മേധാവിയും ഒപ്പം തന്നെ ഈ ഒരു ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറെയും നഴ്സിനെയും പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെയായാലും ആരോഗ്യവകുപ്പിന്റെ കൈകഴുകൽ നയമാണോ ഈ ഒരു റിപ്പോർട്ടിലും ഉള്ളത് എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് നടപടി ഡോക്ടർക്കെതിരെയും നഴ്സിനെതിരെയും എടുക്കുമെന്ന കാര്യത്തിൽ ചോദ്യമുണ്ട്. ഒപ്പം തന്നെ എങ്ങനെ ഈ കത്രിക അകത്തേക്ക് വന്നു എന്നതിൽ ആരോഗ്യവകുപ്പിന് കൃത്യമായ ഉത്തരമില്ല എന്നതുകൂടിയാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ക്യാമറമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വയറ്റിൽ കത്രിക കുടുങ്ങിയത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ലക്ഷക്കണക്കിന് ഓപ്പറേഷനുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ഒരു സംഭവത്തെ പർവ്വതീകരിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഡോക്ടർ പറഞ്ഞതിനെ സർക്കാർ പിന്തുണയ്ക്കുന്നില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. സസ്പെൻഡ് ചെയ്തത് അവിടെ നിലപാട് സ്വീകരിച്ചത് കണ്ടിന്യൂസ് വരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല. ഇത് 5 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. മറ്റൊന്നും അതേപോലെ തന്നെയാണ്. 2 സംഭവം ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഇതിന് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എന്താ? അല്ല, ഞാൻ പറയുന്നതല്ല, ഞാൻ ചോദിക്കുന്നതല്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഇന്നലെ ഉണ്ടായി, ഇന്നുണ്ടായി, മിനിഞ്ഞാന്നുണ്ടായി, അങ്ങനെയാ ഒറ്റപ്പെട്ട സംഭവം. വളരെ 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 ഒറ്റപ്പെട്ട സംഭവം. അതൊക്കെ തന്നെയാ, അതെല്ലാം ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവാൻ പാടില്ല. ഒരു തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവം ഇനി ഉണ്ടാവാതിരിക്കുന്നതിനുള്ള മുൻകരുതലോടുകൂടി നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റും മുന്നോട്ടേക്ക് പോകണം. പക്ഷേ ഇത് കുറേയും കൂടി സെൻസിറ്റീവായിട്ടുള്ള മേഖലയാണ് ആരോഗ്യ മേഖല. അപ്പോൾ ആരോഗ്യ മേഖല നല്ല ശ്രദ്ധയോടുകൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ അപൂർവമായിട്ടുണ്ടാകുന്നുണ്ട്. അപൂർവമായിട്ടുണ്ടാകുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലോടുകൂടി മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. മന്ത്രിയും അത് തന്നെയാണ് പറഞ്ഞത്. ആ ഡോക്ടറുടെ ആ അഭിപ്രായത്തോട് ഗവൺമെന്റ് യോജിപ്പില്ലല്ലോ. അത് ഗവൺമെന്റ് പ്രത്യേകിച്ച് പറഞ്ഞല്ലോ, മിനിസ്റ്റർ തന്നെ പറഞ്ഞല്ലോ. ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റീത്ത് വെച്ചതിനെയും MV ഗോവിന്ദൻ വിമർശിച്ചു. യൂത്ത് കോൺഗ്രസുകാർക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ. ഈ നില തുടർന്നാൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് മന്ത്രി സജി ചെറിയാൻ. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെയായിരുന്നു പ്രതിഷേധം. ഇത്രയും വേട്ടയാടപ്പെടുന്ന മറ്റൊരു മന്ത്രിയില്ല. റീത്ത് വയ്ക്കുന്നത് ശവത്തിനാണ്. ജീവനുള്ള ഒന്നിനും റീത്ത് വയ്ക്കാറില്ല. വെറുതെ ചൊറിഞ്ഞുകൊണ്ട് വരരുതെന്നും സജി ചെറിയാൻ മുന്നറിയിപ്പ് നൽകി. അതിന് പിന്തുണ കൊടുത്ത് അത് ശരിയാണെന്ന് വാദിക്കുന്ന വാദത്തോട് ഇതൊന്നും കേരളത്തിൽ ഭൂഷണമല്ല. അവരോട് അഭിപ്രായ വ്യത്യാസം മൈക്ക് വെച്ച് കിട്ടി അവർ എന്തും പറഞ്ഞു, അവിടെ പ്രവർത്തനത്തെ പറ്റി മോശമാണ് അത് പറഞ്ഞു. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമല്ല. ഈ കാര്യത്തിൽ അവർക്കൊരു മതം ഇതിലും ഓരോ സ്ഥലങ്ങളിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ കൈകാര്യം ചെയ്ത ഫിഷറീസ് വകുപ്പ് എത്ര പേരെ കേരളത്തിൽ കോട്ടവളത്തിൽ വരുന്നു. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്നെ തുള്ളിത്തൊന്നും വരും. ഒരു സ്ത്രീയാണെന്നുള്ള സാമാന്യ പരിഗണന
ആരോഗ്യരംഗത്തെ സിസ്റ്റം പരാജയമാണെങ്കിൽ മന്ത്രിയും മന്ത്രിസഭയും മാറണമെന്ന് രമേശ് ചെന്നിത്തല. 10 വർഷമായി സിസ്റ്റം നേരെയാക്കാൻ സാധിച്ചിട്ടില്ല. ഡോക്ടർമാരുടെ സമരത്തിന് നേർക്ക് സർക്കാർ കണ്ണടയ്ക്കുന്നു. ആശുപത്രികളിൽ ആര് ചെന്നാലും ഡോക്ടർമാരില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഇതൊന്നും പരിഹരിക്കാതെ നാട് മുഴുവൻ ബോർഡ് വെച്ച് വീമ്പു പറയുകയാണെന്നും കോടികൾ മുടക്കിയുള്ള PR പ്രചാരണം ജനം തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. സിസ്റ്റത്തിന്റെ ഫെയിലുവർ മാറ്റണമെങ്കിൽ മന്ത്രി തന്നെ മാറിയേ മതിയാകൂ. ഈ മന്ത്രിസഭ തന്നെ മാറിയേ മതിയാകൂ. 10 വർഷമായിട്ട് സിസ്റ്റമിക് കറക്ഷൻസ് വരുത്താൻ കഴിയാത്ത ആളുകൾക്ക് ഇനി എന്നാണ് സിസ്റ്റത്തെ നന്നാക്കാൻ കഴിയുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല. ഇപ്പോൾ ഡോക്ടർമാർ കുറേ ദിവസമായി സമരത്തിലാണ്. രോഗികൾ ചെന്നാൽ ഓപ്പറേഷൻ പോലും നടക്കുന്നില്ല. രോഗികൾക്ക് സർക്കാർ ആശുപത്രികളിൽ ഇന്ന് ഒരു പരിചരണവും ലഭിക്കുന്നില്ല. എന്നാൽ അവരോട് ചർച്ച ചെയ്ത് അവരുടെ ശമ്പള കുടിശ്ശിക കൊടുക്കാമെന്നും മറ്റാനുകൂല്യങ്ങൾ പരിഗണിക്കാമെന്നും പറയാനുള്ള മര്യാദ പോലും കാണിക്കാതെ സമരം ചെയ്യുന്ന ഡോക്ടർമാർ സമരം ചെയ്യട്ടെ, രോഗികൾ അനുഭവിക്കാനുള്ളത് അനുഭവിക്കട്ടെ എന്ന നിലപാടാണ് ഗവൺമെന്റും ആരോഗ്യമന്ത്രിയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് ചെന്നാലും ഡോക്ടർമാർ അറ്റൻഡ് ചെയ്യുന്നില്ല. രാജ്യം മുഴുവൻ ബോർഡ് വെക്കുകയും തെരഞ്ഞെടുപ്പിന് വേണ്ടി സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ നടത്തുകയും മാത്രമാണ് ചെയ്യുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള വിവരം സർക്കാർ ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ റീത്ത് വെച്ചുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തള്ളി രമേശ് ചെന്നിത്തല. റീത്ത് വെച്ചുള്ള സമരം CPM രീതിയാണ്, അത് സ്വീകരിക്കേണ്ട എന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്നും ചെന്നിത്തല പറഞ്ഞു. വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുന്ന സാധാരണഗതി CPM ആണ്. അപ്പോൾ അവരുടെ ഒരു ശൈലി നമ്മൾ എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അല്ലാതെ തന്നെ പ്രതിഷേധിക്കാൻ കഴിയുമല്ലോ. കഴിഞ്ഞ ദിവസം MN വിജയൻ്റെ മകൻ്റെ വീടിന് മുമ്പിൽ റീത്ത് വെച്ചു. അപ്പം അത്തരം നടപടികൾ നമുക്ക് വേണോ വേണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ചതിൽ ഡോക്ടർ ബിന്ദു സുന്ദറിന് ഗുരുതര വീഴ്ചയുണ്ടായതായി അന്വേഷണ റിപ്പോർട്ട്. സിസേറിയൻ ചെയ്യുന്നതിന് കാലതാമസമുണ്ടായി. സിസേറിയന് നേരത്തെ തീരുമാനമെടുക്കാമായിരുന്നുവെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3 ഡോക്ടർമാർ അടങ്ങുന്ന അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന് പരാതി. അപകടത്തിലൊടിഞ്ഞ കൈ ചികിത്സയ്ക്ക് ശേഷം വളഞ്ഞുവെന്നാണ് ആരോപണം. കൈ നിവർത്തണമെങ്കിൽ വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകണം. മലപ്പുറം ചാത്തങ്ങോട്ടുപുറം സ്വദേശി സുരേന്ദ്രനാണ് ഈ ദുർവിധി. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകളെ കുറിച്ച് ഒട്ടേറെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അക്കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാവുന്ന ഒന്നാണ് വണ്ടൂർ ചാത്തങ്ങോട്ടുപുരം സുരേന്ദ്രന്റെ അവസ്ഥ. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഇദ്ദേഹം ബൈക്കിൽ നിന്ന് വീണ് കൈക്ക് പരിക്കേറ്റതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. അന്ന് അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ കയ്യിൽ കെട്ടിവെച്ചു. ബാൻഡേജ് ഇട്ടില്ല, പകരം കൈ കെട്ടിവെക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ റെറ്റിനായിരുന്നു തകരാറ്. അവിടെ ചെറിയ ഒരു ഒടിവുണ്ടായിരുന്നു. എക്സ്റേയിലൊക്കെ അത് വ്യക്തമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഈ കൈ കെട്ടിവെച്ച് 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൈ അല്പം വളഞ്ഞിരിക്കുന്നതായി കണ്ടു. തുടർന്ന് കെട്ട് പൊട്ടിച്ച് വീണ്ടും കൈ പ്ലാസ്റ്റർ ഇട്ട് ദിവസങ്ങളോളം ചികിത്സയ്ക്ക് അദ്ദേഹം ചെല്ലേണ്ടി വന്നു. പിന്നീട് ഈ പ്ലാസ്റ്റർ പൊട്ടിച്ച് നോക്കുമ്പോഴും കൈ പഴയ പോലെ തന്നെ വളഞ്ഞിരിക്കുന്നതായിട്ടാണ് കണ്ടെത്തുന്നത്. ഗുരുതരമായ ചികിത്സാ പിഴവാണ് സംഭവിച്ചതെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. മെഡിക്കൽ കോളേജിൽ നിന്ന് അവര് നമ്മളെ കൈ കെട്ടിവിട്ടു കാരണം കൈ പൊട്ടിയിട്ടും പിന്നെ കൈ കെണുപ്പൊന്നും പോന്നിരുന്നു. എന്നിട്ട് അവർ കെട്ടിയിട്ട് നമ്മളെ അടുത്ത ആഴ്ച വരാൻ പറഞ്ഞിട്ട് കെട്ടി പറഞ്ഞിട്ട് അതുപോലെ 3 പ്രാവശ്യം അഴിച്ച് കെട്ടിയിട്ട് പറഞ്ഞയച്ചു. 4ാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ 4ാമത്തെ ആഴ്ച അവർ പറഞ്ഞ് കൈ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് വേർപെടുത്തിയതിന് ശേഷം ഇപ്പോഴാണ് അവർ പ്ലാസ്റ്റർ ഇട്ടത്. ഒരു ഹോട്ടൽ നടത്തുകയാണ് ഇയാളുടെ ഉപജീവന മാർഗം. മുൻപ് പൊറോട്ടയൊക്കെ സ്വന്തമായിട്ടാണ് ഇയാൾ അടിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അയാൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതായത് കൈ വളഞ്ഞതുകൊണ്ട് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല. മറ്റൊരാളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ്. നേരത്തെ തന്നെ ഒരു ആശുപത്രിയിൽ കാണിച്ചിരുന്നെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ കൈ നേരെയാക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പിന്നീട് കണ്ട ഡോക്ടർമാരൊക്കെ തന്നെ പറയുന്നത്. എന്താണെങ്കിലും സർക്കാർ ആശുപത്രിയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ചികിത്സയിലുണ്ടായ ഒരു പിഴവാണ്
തന്റെ കൈ ഇങ്ങനെ വളഞ്ഞു പോകാനുള്ള കാരണമെന്നാണ് സുരേന്ദ്രൻ ആരോപിക്കുന്നത്. ഇതച്ച്വലി നമ്മൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. പക്ഷെ അവർ ഇക്കാര്യത്തെക്കുറിച്ച് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. പരാതികൾ ലഭിക്കുകയാണെങ്കിൽ അന്വേഷിച്ച് മറുപടി പറയാമെന്നൊരു നിലപാടാണ് പങ്കുവച്ചിട്ടുള്ളത്. അഖിലോട്ട് പറയുമ്പോൾ CV അനുമോദ്, ന്യൂസ് 18. ഇടുക്കി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കൂട്ടത്തല്ല്. 4 പേർക്ക് പരിക്കേറ്റു. പഞ്ചായത്ത് പ്രസിഡന്റും പ്രതിപക്ഷാംഗങ്ങളും ഉൾപ്പെടെ 4 പേർ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ സാമ്പത്തിക വർഷം വിവിധ പദ്ധതികൾക്കായി അന്നത്തെ LDF ഭരണസമിതി അനുവദിച്ച ഫണ്ട് വകമാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ആരംഭിച്ചത്. ഇന്നലെ കമ്മിറ്റിക്കിടെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രസിഡന്റിന് എതിരെ മുദ്രാവാക്യം വിളിച്ചതോടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഡയസിൽ നിന്നും ഇറങ്ങിവന്ന പ്രസിഡന്റ് സിജി ചാക്കോയുടെ കരണത്തടിച്ചുവെന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത്. തടയാനെത്തിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പ്രഭാ തങ്കച്ചനെയും മർദ്ദിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിന്റെ സാരി വലിച്ചുകീറി മർദ്ദിച്ചുവെന്ന് ഭരണകക്ഷിയും പറയുന്നു. തടയാനെത്തിയ വൈസ് പ്രസിഡന്റ് സെലിൻ വിൽസനും മർദ്ദനമേറ്റു. പൊട്ടിയ പോലെ എനിക്ക് ചെവി കേൾക്കത്തില്ല, വേദന, ഭയങ്കര വേദനയാണ്. എന്റെ സാരി വലിച്ചു പറിച്ച, എന്റെ സാരി വലിച്ചു പറിച്ചിട്ടാണ് ചെവിക്കിട്ട് അടിച്ചിട്ടാണ് സാരി വലിച്ചു പറിച്ചത്. സാരിയും വലിച്ചു പറിച്ച് എന്നെ ആരോ പിടിച്ചോണ്ട് പോയി. ഞാൻ ടോയ്ലറ്റിൽ പോയി എന്നെ വൈസ് പ്രസിഡന്റ് പിടിച്ചു മാറ്റിയാണ് ഡ്രസ്സ് മാറിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്നെ അവിടെ ഉണ്ടായി. അവന്മാർ വന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒച്ചപ്പാട് കഴിഞ്ഞ ദിവസം തൊട്ട് തെറിയും ഒച്ചപ്പാടുമാണ്. അത് ഉണ്ടാക്കാതെ പദ്ധതിക്ക് ഇന്ന് ജനറൽ കമ്മിറ്റിയാണ്, പദ്ധതി അംഗീകരിക്കണം, അതുകൊണ്ട് കമ്മിറ്റി കൂടണമെന്ന് പറഞ്ഞപ്പോൾ നിന്നെ കമ്മിറ്റി കൂടിക്കല്ലടി എന്നാ പറയണേ. അതേസമയം ഭരണകക്ഷി അംഗങ്ങൾ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയതാണ് എന്നും പ്രതിപക്ഷാംഗങ്ങളെ മർദ്ദിച്ചുവെന്നും സിജി ചാക്കോ പറയുന്നു. നിശ്ചയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചേംബറിൽ നിന്ന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും MC ഉൾപ്പെടെയുള്ളവർ പാഞ്ഞു വന്ന് ഞങ്ങളെ ഉപദ്രവിച്ച്. ഞാനും പ്രവചിച്ചായിരുന്നു ഫ്രണ്ട് പോയിരുന്നത്. ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് പോലുമില്ല, ഞാൻ കസേരയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വനിതകൾക്ക് കേസിൽ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ അവർ ഉപദ്രവിച്ചെന്നും ഡ്രസ്സ് മാറ്റിയെന്നുമൊക്കെ പറയുന്നത്. ഞങ്ങളങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. എൻ്റെ കൗളത്തിൻ്റെ ആന അടിക്കുകയാണ് ചെയ്തത്. അത് തടയാൻ ചെന്ന പ്രസിഡന്റിനെ, തൊട്ടടുത്തിരുന്ന പ്രവചേച്ചിനെ വൈസ് പ്രസിഡന്റ് അടിച്ച് കൈക്ക് ചതവ് പറ്റി നീര് വെച്ച് ഇരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സംഭവത്തെ തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ചു. കൂട്ടത്തല്ലിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും പ്രതിപക്ഷാംഗങ്ങളും ഉൾപ്പെടെ 4 പേർ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് 18 ഇടുക്കി. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ ആലിൻ ഷെറിൻ അബ്രഹാമിനെ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവയവദാനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ഓർമ്മപ്പെടുത്തിയാണ് ആലിൻ യാത്രയായതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിനേക്കാൾ ദുഃഖം രക്ഷകർത്താക്കൾക്ക് മറ്റൊന്നില്ല. ആഴമേറിയ ദുഃഖത്തിനിടയിലും ആലിൻ വിട പറയുന്നത് മറ്റുള്ളവർക്ക് ജീവൻ നൽകിക്കൊണ്ടാണ്. മാതാപിതാക്കളുടെ ത്യാഗത്തെ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. ആലിനിലൂടെ വൈദ്യശാസ്ത്ര ഗവേഷണത്തിനും ഊർജ്ജം ലഭിക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. किसी भी माता पिता के लिए अपने बच्चे को खोने से बड़ा दुख कुछ और हो ही नहीं सकता। छोटे से बच्चे को खोने का दुख तो और भी गहरा होता है। कुछ ही दिन पहले हमने केरला की एक नन्ही मासूम आलिन शेरिन अब्राहम को खो दिया है। महज 10 महीनों में वो इस दुनिया से चली गई। कल्पना कीजिए, उसके सामने पूरी जिंदगी थी जो अचानक खत्म हो गई। कितने ही सपने और खुशियां अधूरी रह गई। उसके पेरेंट्स जिस पीड़ा से गुजर रहे होंगे उसे शब्दों से व्यक्त नहीं किया जा सकता है। लेकिन इतने गहरे दर्द के बीच भी आलिन के पिता अरुण अब्राहम और मां शेरिन ने एक ऐसा फैसला लिया जिससे हर देशवासी का हृदय उनके प्रति सम्मान से भर गया है। उन्होंने आलिन के अंगदान का फैसला किया। इस एक फैसले से पता चलता है कि उनकी सोच कितनी बड़ी है और व्यक्तित्व कितना विशाल। एक तरफ वे अपनी बच्ची को खोने के शोक में डूबे थे, तो वहीं दूसरों की मदद का भाव भी उनमें भरा था। वे चाहते थे कि किसी भी परिवार को ऐसा दिन देखना न पड़े। आलिन शेरिन अब्राहम आज हमारे बीच नहीं है,
लेकिन उसका नाम देश के कम उम्र की ऑर्गन डोनर्स में जुड़ गया है। साथियों, इन दिनों भारत में ऑर्गन डोनेशन को लेकर जागरूकता लगातार बढ़ रही है। इससे उन लोगों की मदद हो रही है जिन्हें इसकी जरूरत है। इसके साथ ही देश में मेडिकल रिसर्च को भी बल मिल रहा है। इस दिशा में कई संस्थाएं और लोग असाधारण कार्य कर रहे हैं। साथियों, केरला की आलिन की तरह ही ऐसे बहुत से लोग हैं जिन्होंने ഓർഗൻ ഡൊണേഷൻ के जरिए ജമ്മുകശ്മീരിലെ കിഷ്ത്യാർ ജില്ലയിൽ സുരക്ഷാ സേന 2 ഭീകരരെ വധിച്ചു. ഛത്ര മേഖലയിലാണ് ഓപ്പറേഷൻ ട്രാഷിയുടെ ഭാഗമായി ഭീകരരെ വധിച്ചത്. രഹസ്യ വിവരത്തെ തുടർന്ന് സൈന്യവും പോലീസും സിആർപിഎഫും ചേർന്ന് നടത്തിയ സംയുക്ത നീക്കത്തിലാണ് നടപടി. കുന്നിൻ ചുവട്ടിലെ മൺവീടിനുള്ളിൽ ഒളിച്ചിരുന്ന ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നുണ്ടായ കടുത്ത ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിച്ചതായി സൈന്യത്തിന്റെ വൈറ്റ് നൈറ്റ് കോപ്സ് എക്സിൽ കുറിച്ചു. ഭീകരരിൽ നിന്ന് 2 AK-47 തോക്കുകൾ ഉൾപ്പെടെ കണ്ടെടുത്തു. കഴിഞ്ഞ മാസം ഈ മേഖലയിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ ഒരു സൈനികൻ വീരമൃത്യു വരിക്കുകയും ഒരു ഭീകരൻ വധിക്കപ്പെടുകയും ചെയ്തിരുന്നു. നിലവിൽ പ്രദേശത്ത് സൈന്യത്തിന്റെ തിരച്ചിൽ തുടരുകയാണ്. TVK നേതാവ് വിജയ് പെരമ്പൂരിൽ നിന്ന് ജനവിധി തേടും. ഇത് സംബന്ധിച്ച് പാർട്ടി പ്രമേയം പാസാക്കി. സാധാരണക്കാർ ഏറെയുള്ളതും ചേരികൾ ഉൾപ്പെടുന്നതുമായ മണ്ഡലത്തിൽ വിജയിച്ച് അവിടെ വലിയ വികസനം നടപ്പാക്കണമെന്ന ആഗ്രഹം വിജയ് നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. തുടർന്നാണ് വടക്കൻ ചെന്നൈയിലെ പെരമ്പൂരിൽ ജനവിധി തേടാനുള്ള തീരുമാനം. തിരുച്ചിറപ്പള്ളി ഈസ്റ്റ്, ബിരുദംപാക്കം മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വിജയ് മത്സരിച്ചേക്കുമെന്നായിരുന്നു നേരത്തെയുള്ള സൂചനകൾ. DMKയുടെ ശക്തി കേന്ദ്രമാണ് പെരമ്പൂർ. കഴിഞ്ഞ തവണ 54,974 വോട്ടുകൾക്ക് മണ്ഡലത്തിൽ DMK വിജയിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അസമിൽ കോൺഗ്രസ് കനത്ത തിരിച്ചടി. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി ചെയർമാനും മുൻ PCC അധ്യക്ഷനുമായ ഭൂപേൻ ബോറ BJPയിൽ ചേർന്നു. ഗുവാഹത്തിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ഭൂപേൻ ബോറ BJP അംഗത്വം എടുത്തത്. കോൺഗ്രസ് അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയെന്നും ഭൂപേൻ ആരോപിച്ചു. സുപ്രീം കോടതി വിധിയിലും പത്തിമടക്കാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഗോള തീരുവ 10% പിന്നാലെ 15% ഉയർത്തുമെന്ന് പ്രഖ്യാപനം. ഇതോടെ ഇന്ത്യയുടെ വ്യാപാര കരാറിലെ വ്യവസ്ഥകൾക്കടക്കം മാറ്റമുണ്ടാകാൻ സാധ്യത. ചർച്ചകൾ നാളെ മുതൽ ആരംഭിക്കും. 1977 അന്താരാഷ്ട്ര സാമ്പത്തിക അടിയന്തരാവസ്ഥ നിയമം ഉപയോഗിച്ചാണ് ട്രംപ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ പകരച്ചുങ്കം ചുമത്തിയത്. എന്നാൽ US പാർലമെന്റിന്റെ അംഗീകാരമില്ലാതെ കൊണ്ടുവന്ന ഏകപക്ഷീയ നടപടിയെ സുപ്രീം കോടതി ചോദ്യം ചെയ്തു. ഇത് നിയമവിരുദ്ധമാണെന്ന് വിലയിരുത്തിയ കോടതി പകരച്ചുങ്കം റദ്ദാക്കി. പകരം 10% തീരുവയാകും എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാവുകയെന്നും പ്രഖ്യാപിച്ചു. എന്നാൽ കോടതി നടപടിയെ പരിഹസിച്ച ട്രംപ് ഇത് അമേരിക്കൻ വിരുദ്ധമാണെന്നും വിമർശിച്ചു. വിധിയെ മറികടക്കാൻ പ്രസിഡന്റിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച ട്രംപ് ആഗോള തീരുവ 15% ഉയർത്തി. 1974 US വ്യാപാര നിയമത്തിലെ സെഷൻ 122 ഉപയോഗിച്ചാണ് നടപടി. എന്നാൽ ഇതിലെ വ്യവസ്ഥകൾ അനുസരിച്ച് 150 ദിവസം മാത്രമേ 15% തീരുവ ചുമത്താൻ സാധിക്കൂ. കൂടുതൽ ദിവസങ്ങൾ നീട്ടണമെങ്കിൽ US കോൺഗ്രസിന്റെ അനുമതി വേണം. എന്നാൽ ഈ സമയം കൊണ്ട് ആവശ്യമെങ്കിൽ നിയമവ്യവസ്ഥയിലെ പഴുതുകൾ ഉപയോഗിച്ച് കടുത്ത തീരുവകൾ കൊണ്ടുവരാൻ ട്രംപിന് സാധിക്കും. സെഷൻ 201, 232, 301 എന്നീ വകുപ്പുകൾ ഇതിനായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. സെഷൻ 301 മുൻപ് ചൈനയ്ക്കെതിരെ ഉപയോഗിച്ചിട്ടുമുണ്ട്. എല്ലാത്തിനുമപ്പുറം 1930 മാന്യകാലത്തെ 988 വകുപ്പനുസരിച്ച് ആഗോള തീരുവ ട്രംപിന് വേണമെങ്കിൽ 50% വരെ ഉയർത്താനും അധികാരമുണ്ട്. കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ഒരു പ്ലാൻ B ആയി ഇതും പരിഗണനയിലുണ്ടെന്ന് മുൻപ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റ് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് നാളെ മുതൽ US-ൽ ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ ആരംഭിക്കുന്നത്. മുൻ ധാരണയനുസരിച്ച് ഏപ്രിൽ മുതലാണ് കരാർ നിലവിൽ വരിക. എന്നാൽ പുതിയ സാഹചര്യമനുസരിച്ച് വ്യവസ്ഥകൾ പലതിലും മാറ്റമുണ്ടാകാം. ട്രംപിന്റെ പ്രഖ്യാപനമനുസരിച്ച് 15% തീരുവ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങൾക്കും ബാധകമായാൽ അത് ഇന്ത്യയുടെ വ്യാപാര എതിരാളികൾക്ക് നേട്ടമാകാനും സാധ്യതയുണ്ട്. ഇതുകൂടി പരിഗണിച്ചാകും ഇന്ത്യ തുടർ ചർച്ചകൾ ആരംഭിക്കുക. സ്ഥിതിഗതികൾ പഠിച്ചു വരികയാണെന്നാണ് വാണിജ്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്
ന്യൂസ് 18. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കമ്മീഷൻ പ്രതിനിധികൾ സംസ്ഥാനത്ത്. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ എന്നിവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പരാതികളും ചർച്ചയ്ക്ക് വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾക്കിടെയാണ് ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ഡെപ്യൂട്ടി കമ്മീഷണർ നേതൃത്വത്തിൽ ഇന്ന് തലസ്ഥാനത്ത് എത്തുന്നത്. വൈകിട്ടാണ് കൂടിക്കാഴ്ച നടക്കുക. വൈകിട്ട് പ്രധാനമായി സംസ്ഥാനത്തിന്റെ ഭരണതലത്തിലുള്ള കാര്യങ്ങൾ സംസ്ഥാന ചീഫ് സെക്രട്ടറിയിൽ നിന്നും അതോടൊപ്പം തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമടക്കമുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ, അതിൽ നിന്ന് ഒമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുയർന്ന തർക്കങ്ങൾ, ഇതടക്കമുള്ള വിഷയങ്ങൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ചോദിച്ചറിയും. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ട സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഏതൊക്കെ തരത്തിലാണ്, അതുമായി ബന്ധപ്പെട്ട് പതിവായി എല്ലാ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും നടത്താറുള്ള ഒരു അവലംബിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഏത് ഫോഴ്സിനെ ഏത് തരത്തിൽ എവിടെയൊക്കെ ഡിപ്ലോയ് ചെയ്യണം, പ്രശ്നബാധിത ബൂത്തുകൾ എത്രയുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ ഒരു റിപ്പോർട്ട് തേടുന്നത് പതിവാണ്. അതിന്റെ ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും അത്തരം വിശദാംശങ്ങൾ തേടും. 3 പേരിൽ നിന്നായിട്ടായിരിക്കും, അതായത് പ്രധാനമായി DGP, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് സെക്രട്ടറി, ഇവരിൽ നിന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരശേഖരണം നടത്തുക. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ഡൽഹിയിൽ തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുക. ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് മാർച്ച് ആദ്യവാരത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യതയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ അന്തിമ പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. അതിൽ 2.69 കോടി ആളുകൾ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ 9 ലക്ഷം പേരാണ് പുറത്തു പോയിരിക്കുന്നത്. ആ 9 ലക്ഷം പേരിൽ എത്ര പേർക്ക് ഇനി പട്ടികയിലേക്ക് വരാം, അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ നടപടികളായിരിക്കും സ്വീകരിക്കുക, അവരുടെ തിരിച്ചറിയൽ രേഖകളുടെ പരിശോധനകൾ യഥാക്രമം പൂർത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. അതടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മുമ്പോട്ട് വെച്ച ആശങ്കകളും വിമർശനങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കും അതിൽ അവസാന പട്ടിക പ്രസിദ്ധീകരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നേമത്ത് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാനാണ് തന്റെ ആഗ്രഹമെന്നും ദേശീയ നേതൃത്വം അനുവാദം നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. LDF, UDF മുന്നണികൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടില്ല. മാറാത്തത് ഈ തെരഞ്ഞെടുപ്പിൽ മാറുമെന്നും രാജീവ് കൂട്ടിച്ചേർത്തു. തൊണ്ടി മുതൽ നശിപ്പിച്ചെന്ന കേസിൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി മുൻ MLA ആന്റണി രാജു. സെഷൻസ് കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ. തെളിവുകൾ വിചാരണ കോടതിയും സെഷൻസ് കോടതിയും പരിഗണിച്ചില്ലെന്നാണ് വാദം. വസ്തുതകൾ പരിഗണിക്കാതെയാണ് സെഷൻസ് കോടതിയുടെ നടപടി. ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യം തള്ളിയ വിധി നിയമപരമായി നിലനിൽക്കുന്നതല്ല. ആന്റണി രാജുവിന്റെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യം നേരത്തെ സെഷൻസ് കോടതി തള്ളിയിരുന്നു. 3 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. കാസർഗോഡ് നാലത്തടുക്കിയിൽ 24-കാരി ജീവനൊടുക്കിയതിൽ ഗുരുതരാരോപണവുമായി കുടുംബം. സ്വർണം മോഷ്ടിച്ചെന്ന വ്യാജ ആരോപണത്തെ തുടർന്ന് അയൽവാസികളിൽ നിന്നും പോലീസിൽ നിന്നും നേരിട്ട ക്രൂരമായ മാനസിക പീഡനത്തിൽ മനം നൊന്താണ് ജസീല ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. അപമാനം സഹിക്കവയ്യാതെ ജസീല നിരപരാധിത്വം വെളിപ്പെടുത്തുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷമാണ് ജീവനൊടുക്കിയത്. വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാലത്തടുക്കിയിലാണ് 24-കാരിയായ ജസീല മോഷണ കുറ്റമാരോപിച്ച് മനം നൊന്ത് ജീവനൊടുക്കിയത്. സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. പോലീസിനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഇവർ ഉന്നയിക്കുന്നത്. അതായത് വീടിന് സമീപത്തുള്ള ആൺ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും 9.5 പവനോളം സ്വർണം കാണാതാകുന്നു. അത് ജസീലയാണ് മോഷ്ടിച്ചതെന്ന് ആരോപിച്ച് ഇവർ ആദൂർ പോലീസിൽ പരാതി നൽകുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് ജസീലയെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ അതിൽ തെളിവുകളൊന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നീട് ജസീലയെ വിട്ടേക്കുന്ന സാഹചര്യമാണുണ്ടായത്. പക്ഷേ ഇവർ പറയുന്നത് അത്തരം ചോദ്യം ചെയ്യലിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്. തന്നെ മാനസികമായി വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടായി. അതുമാത്രമല്ല, താൻ നിരപരാധിയാണ്, താൻ ഇത്തരത്തിൽ സ്വർണം മോഷ്ടിച്ചിട്ടില്ല എന്ന് അത് അവർ വ്യക്തമാക്കുന്നു. ഇത് ചൂണ്ടിക്കാട്ടി ഇവർ ജീവനൊടുക്കുന്നതിന് മുമ്പ് ദൃശ്യം ചിത്രീകരിച്ച് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു നൽകിയിരുന്നു. വളരെ വൈകാരികമായ രീതിയിലാണ് ആ ദൃശ്യത്തിലൂടെ അവർ തൻ്റെ നിരപരാധിത്വം പറയുന്നത്. തനിക്ക് 2 ചെറിയ മക്കളുണ്ട്, ആ മക്കളുടെ ഭാവി ഇനി എന്താകും, മോഷ്ടാവിൻ്റെ മക്കൾ എന്നല്ല അറിയപ്പെടൽ, തന്നെ ചെയ്യാത്ത കുറ്റത്തിന് ഇത്തരത്തിൽ ക്രൂശിക്കുന്നു എന്ന തരത്തിൽ വലിയ തോതിൽ 5 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ചിത്രീകരിച്ച ശേഷമാണ് ഇവർ ജീവനൊടുക്കിയത്.
ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുറേ എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാൻ എടുത്തുന്നാണ് പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും അറിയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ആരും ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കുക. അവർ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എല്ലാവരും അറിഞ്ഞില്ല കാര്യം. എൻ്റെ വീട്ടിൽ ആർക്കും ഒരു സമാധാനമില്ല. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ജസീല നിരപരാധിയാണ്. ജസീല വീട്ടിലെത്തിയും ഈ വിഷമം തന്നോട് പങ്കുവെച്ചുവെന്ന് മാതാവ് പറയുന്നുണ്ട്. സഹോദരന്റെ പരാതിയിൽ വിജയനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ തുടരന്വേഷണമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്യണം. അതോടൊപ്പം ആദൂർ പോലീസിൽ നിന്നുണ്ടായ ദുരനുഭവം അത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി ജില്ലാ പോലീസ് മേധാവിക്കുൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. ആലൂർ പോലീസ് വിളിപ്പിച്ചിന്. അത് ഞാനും ഓളും പോയിട്ടാകുമ്പോൾ ഇത് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയുന്ന കുഞ്ഞെടുത്തിട്ട എന്നെ പറയുമ്പോൾ പോലീസുകാരോട് പറഞ്ഞു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയില്ല, നീ എന്നെ എടുത്തിനെ ഒരാൾ നിന്നെ കഴിഞ്ഞിട്ട് ബേജാറാക്കി. അപ്പോൾ ഞാനും കൊണ്ട് പോലീസ് നായിനൊക്കെ കൊണ്ട് നമുക്ക് തെളിയല്ലേ. അപ്പോൾ പറഞ്ഞ് പോലീസ് നായിനെ കൊണ്ടുവരാൻ കഴിയല. അത് അന്ന് തന്നെ കൊണ്ടുവന്നത്. പിന്നെ ഓർമ്മ തേടി നല്ല ഓണം ഭീഷണിപ്പെടുത്തി. ഈ മെച്ചങ്ങൾക്ക് ഭർത്താവിൻ്റെ ഉമ്മാവും വന്നിന് പൊങ്ങും വന്നിന് ഓർമ്മത്ത് എന്തെല്ലാം പറഞ്ഞു നമുക്ക് വേണ്ട ഉള്ളവരുടെ ഇൻട്രസ്റ്റ് എടുക്കണമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ബേജാറായിട്ട് ആൾ പാപ്പം എതിർ പറയാല അങ്ങനത്തെ പൊന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജസീലയെ സ്വന്തം വീട്ടിൽ ഇത്തരത്തിൽ വിഷം കഴിച്ച നിലയിൽ അവശ നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വെള്ളിയാഴ്ച രാത്രിയോടുകൂടിയാണ് ജസീല മരണപ്പെടുന്നത്. എന്തായാലും ഇവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും വലിയ തോതിലുള്ള ഇവർക്ക് മാനസിക സമ്മർദ്ദമുണ്ടായി. അതോടൊപ്പം ഈ സ്വർണം മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് ആൺ സുഹൃത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെയാണ് ഇവർ ജീവനൊടുക്കുന്നത് എന്ന രീതിയിലുള്ള ദൃശ്യമുണ്ട്. അതോടൊപ്പം ഇവരുടെ സഹോദരൻ്റെയും ബന്ധുവിൻ്റെയും മൊഴി ഉണ്ട് ഈ കാര്യത്തിൽ. അതുമാത്രമല്ല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മജിസ്ട്രേറ്റിൻ്റെ നിന്നും രഹസ്യമൊഴി ഇവർ രേഖപ്പെടുത്തിയിരുന്നു. അതിൽ നിർണായക വിവരങ്ങൾ ജസീല പങ്കുവച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണം. അതായത് ഈ ചെയ്യാത്ത കുറ്റത്തിന് തങ്ങളുടെ മകളെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചതിൽ വസ്തുത കണ്ടെത്തണം. ഇത്തരമൊരു ആരോപണം എന്തിനാണ് ഇവർ ഉന്നയിച്ചതെന്ന് കണ്ടെത്തണം എന്നൊക്കെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദൂർ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി അതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യവും ഇവർ ഉന്നയിക്കുന്നു. കെ വി ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കോഴിക്കോട് മാങ്കാവ് മിനി ബൈപ്പാസിലെ അളിയൻസ് ഹോട്ടലിൽ ആക്രമണം. ഭക്ഷണം കഴിക്കാനെത്തിയ മദ്യലഹരിയിലായിരുന്ന 3 യുവാക്കളാണ് ആക്രമണം അഴിച്ചുവിട്ടത്. ഭക്ഷണം കഴിച്ച പണം നൽകാത്തത് ജീവനക്കാർ ചോദ്യം ചെയ്തതാണ് പ്രകോപന കാരണം. 650 രൂപയ്ക്ക് ഭക്ഷണം കഴിച്ച യുവാക്കൾ പണം നൽകാതെ കടന്നു കളയാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത ഹോട്ടൽ ജീവനക്കാരെ യുവാക്കൾ മർദ്ദിക്കുകയും കടയടിച്ചു തകർക്കുകയുമായിരുന്നു. ഹോട്ടൽ ക്യാഷ് കൗണ്ടറിൽ ഇരുന്നിരുന്ന ജീവനക്കാരനായ ഷംനാദിനെ യുവാക്കൾ ഇരുമ്പ് വടി കൊണ്ട് മർദ്ദിക്കുകയും ഹോട്ടലിൽ ഭക്ഷണം സൂക്ഷിച്ചിരുന്ന അലമാരെ അടിച്ചു തകർക്കുകയും ചെയ്തു. 3.5 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിരുന്നതായി 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിരുന്നതായാണ് കണക്കാക്കുന്നത്. യുവാക്കളിൽ ഒരാളെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2 പേർക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. എറണാകുളം ചുണങ്ങംവേലിയിൽ ബാറിനുള്ളിൽ യുവാവിനെ ആളുമാറി മർദ്ദിച്ച സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചൂണ്ടി സ്വദേശിയായ ജോജി ജോണിയാണ് ബാറിൽ മദ്യപിക്കാനെത്തിയ ഒരു സംഘം ചെറുപ്പക്കാർ വളഞ്ഞിട്ട് തല്ലിയത്. 15 വയസ്സുള്ള മകനൊപ്പം ബാറിലെത്തിയ മറ്റൊരാളുമായി ഈ സംഘം വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇത് കയ്യാങ്കളിയിലേക്ക് നീങ്ങി. ഇതിനിടയിൽ തന്നെ ആളുമാറി മർദ്ദിക്കുകയായിരുന്നെന്ന് ജോജി പറയുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട 5 പ്രതികളെയും നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതായി എടത്തല പോലീസ് അറിയിച്ചു. മറ്റ് 3 പേർക്ക് വേണ്ടി അന്വേഷണം തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി.
കൊച്ചി മെട്രോ തൂണിൽ ഒരാഴ്ചയിലധികം കുടുങ്ങിയ പൂച്ച ചെല്ലാനം അനിമൽ റെസ്ക്യൂ സെന്ററിൽ നിരീക്ഷണത്തിൽ. 14 മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിൽ പുലർച്ചെ 1:30യോടെയാണ് ഫയർഫോഴ്സ് സംഘവും അനിമൽ റെസ്ക്യൂ ടീം അംഗവും ചേർന്ന് പൂച്ചയെ താഴെയിറക്കിയത്. ഇന്നലെ പകൽ 11 മണിയോട് കൂടി തുടങ്ങിയ രക്ഷാദൌത്യം അവസാനിച്ചത് ഏകദേശം പുലർച്ചെ 1:30 മണിയോട് കൂടിയാണ്. 11 മണിയോട് കൂടി പൂച്ചയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിൽ പോലും ട്രാഫിക് ജാമും അതുപോലെ മെട്രോയുടെ പ്രവർത്തനങ്ങളെയൊക്കെ സാരമായി ബാധിച്ചതുകൊണ്ട് തന്നെ അത് നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. അതേസമയം മൃഗസ്നേഹികളുടെ പ്രതിഷേധത്തെ തുടർന്ന് വീണ്ടും ഒരു 3:30യോട് കൂടി വീണ്ടും രക്ഷാദൌത്യം പുനരാരംഭിച്ചു. അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ് കംപ്ലൈന്റ് ആയത് പിന്നീടും രക്ഷാദൌത്യത്തെ സാരമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് പുതിയ ലിഫ്റ്റ് കൊണ്ടുവന്ന ശേഷം പൂച്ചയെ തിരഞ്ഞെങ്കിലും പൂച്ച ഗർഡറുകൾക്കിടയിലുള്ള ഹോളിലേക്ക് കയറിപ്പോയത് കൊണ്ട് തന്നെ രക്ഷാദൌത്യത്തിന് അത് വിഘാതം സൃഷ്ടിച്ചു. തുടർന്നാണ് രാത്രി 11:30ക്ക് ശേഷം മെട്രോ സർവീസുകൾ അവസാനിച്ച ശേഷം വീണ്ടും പൂച്ചയെ പിടികൂടാനുള്ള ദൗത്യം പുനരാരംഭിക്കാമെന്നുള്ള തീരുമാനമായത്. അപ്പോഴും വലിയ പ്രതിഷേധം മൃഗസ്നേഹികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നെങ്കിലും അത് കൊച്ചി നഗരത്തെ തന്നെ സ്തംഭനാവസ്ഥയിലാക്കുന്ന തരത്തിലുള്ള ട്രാഫിക് ജാമും അതുപോലെ മെട്രോ സർവീസ് പൂർണ്ണമായും വൈദ്യുത ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ച് പൂർണ്ണമായും നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അത് രാത്രിയിലേക്ക് മാറ്റിവെക്കുകയാണ്. പക്ഷേ രാത്രിയിലും കനത്ത മഴ ഈ ദൗത്യത്തിന് വിഘാതം സൃഷ്ടിച്ചു എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും പിന്നീട് ഒരു 1:30യോടുകൂടി പുലർച്ചെ 1:30യോടുകൂടിയാണ് പൂച്ചയെ പിടികൂടാനായത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പൂച്ച ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയുണ്ട്, ഈ തൂണുകൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ആളുകൾക്ക് അതിന് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ റീച്ചബിൾ ആയിരുന്നു. പക്ഷേ പിന്നീട് പൂച്ച ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യവും ഈ ആൾക്കൂട്ടം രക്ഷാദൗത്യത്തിനായി ആൾക്കൂട്ടം കൂടുമ്പോൾ അത് വീണ്ടും അതിനെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും, അതായത് പൂച്ച ഭയന്ന് ഗർഡറുകൾക്കിടയിലേക്ക് ഉള്ള ഹോളിലേക്ക് കയറിപ്പോയതിനെ രക്ഷാദൗത്യത്തെ ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് രാത്രിയിലാണ് ഈ രക്ഷാദൗത്യം പുനരാരംഭിക്കുന്ന സാഹചര്യമുണ്ടായത്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കടന്നെങ്കിലും രാത്രി തോപ്പുംപടിയിലുള്ള ആശുപത്രിയിൽ പൂച്ചയെ എത്തിച്ചു. തുടർന്ന് പൂച്ച ഇപ്പോൾ ആനിമൽ റെസ്ക്യൂ സെന്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പൂച്ചയുടെ ആരോഗ്യനില പൂർണ്ണമായും ആരോഗ്യവാനായി തന്നെയാണ് പൂച്ച ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാസർഗോഡ് പുലിയെ കിണറ്റിൽ ചത്ത നിലയിൽ കണ്ടെത്തി. കാറഴ്ക്ക പഞ്ചായത്തിലെ മുള്ളേരിയ പെരിയക്കടത്ത് വനാതിർത്തിയോട് ചേർന്ന കിണറ്റിലാണ് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാട്ടാന ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വനംവകുപ്പ് ജീവനക്കാരൻ. പത്തനംതിട്ട പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലായിരുന്നു സംഭവം. ഭക്ഷണം കഴിക്കാൻ മെസ്സിലേക്ക് പോയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജോബിനാണ് ആനയുടെ മുന്നിൽപ്പെട്ടത്. തനിക്ക് നേരെ ഓടിയെടുക്കുന്ന ആനയെ കണ്ടയുടൻ ഇയാൾ ഫോറസ്റ്റ് സ്റ്റേഷനകത്തേക്ക് ഓടിക്കയറി. ഇന്നലെ രാത്രി നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. വികസനത്തിനായി ഹിൽ ഹൈവേ റൺ. ആവേശമായി ബോളിവുഡ് നടനും ദീർഘദൂര ഓട്ടക്കാരനുമായ മില്ലിംഗ് സോമൻ നയിച്ച ഹിൽ ഹൈവേ റൺ. ഇടുക്കിയിലെ മലയോര ഹൈവേയുടെ പ്രചാരണാർത്ഥമായിരുന്നു കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെ കിഫ്ബിയുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. കിഫ്ബി വഴി 235 കോടി രൂപ ചെലവഴിച്ചാണ് കുട്ടിക്കാനം ചപ്പാത്ത് കട്ടപ്പന പാത പൂർത്തീകരിച്ചത്. മിലിന്ദിനൊപ്പം ഒരു നാടാകെ ഓടിയപ്പോൾ ഹിൽ ഹൈവേ റൺ ഉത്സവമായി മാറി. മിലൻ സോമന്റെ നേതൃത്വത്തിലുള്ള ഹിൽ ഹൈവേ റൺ പൂർത്തിയാകുമ്പോൾ അതൊരു പുതിയൊരു അധ്യായം കൂടിയാകുകയാണ്. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരേടാണ് സത്യത്തിൽ കിഫ്ബി മലയോര ഹൈവേയിലൂടെ എഴുതി ചേർക്കുന്നത്. ഏതാണ്ട് 40 കിലോമീറ്ററോളം ദൂരം കുട്ടിക്കാനത്ത് നിന്ന് കട്ടപ്പന ചപ്പാത്ത് വരെയുള്ള ദൂരം പൂർത്തിയാകുമ്പോൾ അത് മികച്ച നിലവാരത്തിൽ, അന്തർദേശീയ നിലവാരത്തിൽ കിഫ്ബിക്ക് പണിതീർക്കാൻ അത് കഴിഞ്ഞിരിക്കുന്നു. 200 കോടിയിലധികം രൂപ ഇതിനെ ചെലവഴിച്ചു. വലിയ രീതിയിൽ തന്നെ അത് ജനങ്ങൾക്ക് സഞ്ചാരാശ്രയമാകുന്ന ഒരു പദ്ധതിയാണെന്ന് പരക്കെ പറയപ്പെടുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ആ റോഡിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഹിൽ ഹൈവേ സംഘടിപ്പിക്കുന്നത്.
അത് പൂർത്തിയാകുമ്പോൾ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം അതിനുണ്ടാകുന്നു. പലയിടങ്ങളിലും മിലൻസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാരത്തണിന് വിപുലമായ സ്വീകരണം നൽകുകയും എല്ലാം തന്നെ ചെയ്തു. അദ്ദേഹം പറഞ്ഞത് മികച്ച നിലവാരത്തിൽ ഇത് പൂർത്തീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ താൻ പകുതിയിലധികം ദൂരം നഗ്നപാതനായി താൻ പിന്നിട്ടത് റോഡുകളുടെ ഒരു ഗുണനിലവാരം തന്നെ തെളിയിക്കുന്നതാണ്. കൂടുതൽ ആളുകൾ പങ്കെടുത്തതിലുള്ള സന്തോഷവും അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. So the highway, of course, was very beautiful. I ran barefoot. I did not even run with shoes. I enjoy running barefoot, but only where the road is very, very smooth and very, very, there is no roughness. And this road was perfect for barefoot running. So if a barefoot runner can run on this road, then it is good for anything. And of course, what can I say about the nature? We ran through the hills and there was a beautiful mist and the trees. And I think the people of this area are taking good care of the natural beauty. കട്ടപ്പനയിലേക്ക് എത്തുന്നത് ചപ്പാത്തിൽ നിന്ന് നൽകിയ സ്വീകരണത്തിന് ശേഷം പിന്നീട് ജീപ്പ് റാലിയോടുകൂടിയാണ് ഇവിടേക്ക് കട്ടപ്പനയിൽ അത് സമാപിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം ആളുകൾക്കൊപ്പം അദ്ദേഹം നടന്നുകൊണ്ട് ഇവിടേക്ക് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. മറ്റ് 2 പദ്ധതികൾ കൂടി, അതിൽ റോഡുകളുടെ പൂർത്തീകരണം സംബന്ധിയായ കാര്യത്തിലുള്ള പ്രഖ്യാപനം മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ നിർവഹിച്ചു. ഇതോടൊപ്പം തന്നെയാണ് ഇനിയുള്ള തുരങ്കപാതയുടെ സാധ്യതാ പഠനം അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു. അത് മന്ത്രി കെ ബാലഗോപാൽ അത് ഓൺലൈനിലൂടെ നിർവഹിച്ചു. റോഡ് നവീകരണ പ്രവർത്തികൾക്ക് മാത്രമായി 35,000 കോടി രൂപയാണ് ഈ ഗവൺമെന്റ് നീക്കിവെച്ചിട്ട്. ബജറ്റ് ഫണ്ട് മാത്രമല്ല, കിഫ്ബി ഫണ്ട്, നബാർഡ് ഫണ്ട്, റീബിൽഡ് കേരള, CRIF തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാനത്തെ റോഡ് വികസനം കൂടുതൽ സാധ്യമാക്കാനായി റോഡ് നിർമ്മാണ മേഖലയിൽ മാത്രമല്ല പാലങ്ങളുടെ കാര്യത്തിലും വലിയ മുന്നേറ്റമുണ്ടായി. നിരവധി പാലങ്ങളാണ് ഈ 10 വർഷത്തിനിടയിൽ വന്നത്. എന്തായാലും വലിയ ജനപങ്കാളിത്തം തന്നെയാണ് ഹിൽ ഹൈവേ റണ്ണിനെ ശ്രദ്ധേയമാക്കുന്നത്. വലിയ രീതിയിൽ എന്നാൽ വാ എന്ന ടാഗ് ലൈനിലൂടെ നടത്തിയ ആ ഒരു അഭ്യർത്ഥന അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇതിന്റെ ഭാഗമാക്കുകയും ചെയ്തു. അങ്ങനെ മികച്ച ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഹിൽ ഹൈവേ റൺ സമാപിക്കുന്നത്. കിഫ്ബി അതിന്റെ ഏറ്റവും സുന്ദരമായ ഒരു പദ്ധതികൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് മലയോര ഹൈവേ തന്നെയായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇടുക്കിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. വ്രതാനുഷ്ഠാനങ്ങളുടെ പുണ്യമാസത്തിൽ ഭക്താദരവോടെ തന്റെ കൈവശമുള്ള ഇസ്ലാമിക ചരിത്രശേഷിപ്പുകളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് കാസർഗോഡ് പൈക്ക കുഞ്ഞിപ്പാറ സ്വദേശി ഹമീദ്. വ്യത്യസ്ത വലുപ്പത്തിലുള്ള ഖുറാൻ പതിപ്പുകളാണ് ഏറ്റവും ശ്രദ്ധേയം. തസ്ബീഹ് മാലകൾ, ബൈത്തുൽ മുഖദ്ദീസ്, ഉത്തര മലബാറിലെ മാപ്പിള ജീവിതത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന വിവിധ വസ്തുക്കൾ തുടങ്ങി എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ഹമീദിന്റെ വീട്ടിലുള്ളത്. കുഞ്ഞു വിരലോളം മാത്രം വലിപ്പമുള്ള ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുറാൻ പല കാലഘട്ടങ്ങളിലായി പാരായണം ചെയ്തിരുന്ന വിവിധ ഖുറാനുകൾ, ഖുറാൻ പാരായണം റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഓഡിയോ കാസറ്റ് ആൽബം, വിവിധ ശൈലികളിലുള്ള ഖുറാൻ പാരായണം അടങ്ങുന്ന ഓഡിയോ CD-കൾ, മക്ക, മദീന തുടങ്ങി ഇസ്ലാമിക പുണ്യസ്ഥലങ്ങളുടെ വിവിധ കാലത്തെ ഫോട്ടോകൾ, കസബ് നൂലിനാൽ കലിഗ്രഫി തുന്നിയ മുസല്ലുകൾ, ഉത്തര മലബാറിലെ മാപ്പിള ജീവിതത്തിന്റെ ചരിത്രമോർമ്മിപ്പിക്കുന്ന വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഇത്തരത്തിൽ വിസ്മയ കാഴ്ചകൾ നിറഞ്ഞ കൗതുക ലോകമാണ് ഈ വീട്. പത്താം ക്ലാസ്സിൽ സ്റ്റാമ്പ് ശേഖരിച്ചു തുടങ്ങിയ വിനോദമാണ് ഹമീദിനെ ഇന്ന് ഇസ്ലാമിക ചരിത്രശേഷിപ്പുകളുടെ കാവൽക്കാരനാക്കിയത്. 18 വർഷത്തോളം പ്രവാസിയായിരുന്നതിനാൽ അതുവഴി ലഭിച്ച ബന്ധങ്ങളും ഇതിന് സഹായകരമായി. ഇപ്പോൾ അതിനൊരു തർത്തിബ സെറ്റാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓരോ വിഷയം കൊടുത്തിട്ട് അതിനെ സെറ്റാക്കുന്നത്. നാസ, അതായത് സ്പേസിൽ പോയതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാമ്പ്, കറൻസി, അങ്ങനെ ഇസ്ലാമിക്, മറ്റുള്ള ഓരോ മതത്തിനെ പറ്റിയിട്ട് ഇറക്കിയ സ്റ്റാമ്പ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രന്ഥങ്ങൾ, അങ്ങനെ ഓരോ വിഷയങ്ങൾ കൊടുത്തിട്ട് ഒരു എക്സിബിഷന് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഇതിൻ്റെ ഒരു സെറ്റപ്പിലാണുള്ളത്. പറ്റുമെങ്കിൽ ഒരു വലിയൊരു എക്സിബിഷൻ സംഘടിപ്പിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കാനും അവർക്ക് മനസ്സിലാക്കാനും കഴിയുന്ന വിധത്തിൽ ഒരു എക്സിബിഷൻ വെക്കാനുള്ള ആലോചനയാണുള്ളത്.
കേരള പ്രവാസി ഫിലാറ്റ്ലിക് ആൻഡ് ന്യൂമിസ്റ്റാറ്റിക് അസോസിയേഷന്റെയും കാനന്നൂർ ഫിലാറ്റ്ലിക് ക്ലബിന്റെയും ആജീവനാന്ത അംഗമായ ഹമീദിന്റെ പുരാവസ്തു ശേഖരം ഇസ്ലാമിക ചരിത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഹൈദരാബാദ് രാജാക്കന്മാർ 12ാം നൂറ്റാണ്ടിലിറക്കിയ കല്ലു നാണയം മുതൽ കേന്ദ്ര സർക്കാർ ഏറ്റവും അവസാനം പിൻവലിച്ച നാണയം വരെ ശേഖരത്തിലുണ്ട്. ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പിട്ട നോട്ടുകൾ, ടിപ്പുവിന്റെ കാലത്തെ നാണയങ്ങൾ, ടിപ്പുവിന്റെ മുദ്ര പതിച്ച കോപ്പർ ടോക്കണുകൾ ഉൾപ്പെടെ വിവിധ രാജ്യഭരണകാലത്തെ വെള്ളി നാണയങ്ങളടക്കമുള്ള അമൂല്യ വസ്തുക്കളും ഇവിടെയുണ്ട്. ഈ ഒരു അപൂർവ ശേഖരമറിഞ്ഞ് മുൻ രാഷ്ട്രപതി KR നാരായണൻ അയച്ച കത്തും ഇദ്ദേഹം നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ ദുരിത ജീവിതം നയിക്കുകയാണ് തൊടുപുഴ സ്വദേശിയായ അനന്തകൃഷ്ണൻ. അരയ്ക്ക് താഴേക്ക് തളർന്ന് കാലുകൾ വിരിഞ്ഞു പോയ അനന്തകൃഷ്ണന്റെ ചികിത്സയ്ക്ക് 30 ലക്ഷത്തോളം രൂപ വേണം. ഈ തുക കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് ഒരു കുടുംബം മുഴുവൻ. 3 വർഷം മുൻപ് വീട്ടിലേക്ക് വരുന്നതിനിടെ മൺതിട്ടയിൽ നിന്ന് വീണാണ് അനന്തകൃഷ്ണന് പരിക്കേൽക്കുന്നത്. നട്ടലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്തു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു തുടർ ചികിത്സ. നട്ടലിന് ഓപ്പറേഷൻ നടത്തി ബോൾട്ട് ഇടണമെന്നാണ് സ്വകാര്യ ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഓപ്പറേഷൻ നടത്തിയെങ്കിലും ബോൾട്ട് ഇട്ടിരുന്നില്ല. പിന്നാലെ അനന്തകൃഷ്ണന്റെ അരയ്ക്ക് താഴേക്ക് പൂർണ്ണമായും തളർന്നു. 2022 ഡിസംബറിലൊന്ന് വീണ പുറമടിച്ച് വീട് കഴിഞ്ഞ് നട്ടലിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരു ബോൾട്ട് ഇടാൻ പറഞ്ഞു. പക്ഷേ ആ ബോൾട്ട് ഇട്ടില്ല. ഇൻഫെക്ഷൻ മാത്രം എടുത്ത് കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ ഈ കാലം മടങ്ങിപ്പോയി. 2 കാലം മടങ്ങി കഴിഞ്ഞ് നീറില്ലാണ്ടായി. അപ്പോൾ പിന്നെ കൊണ്ട് തിരുമിക്കാൻ കിടത്തി കുറേ പൈസ അങ്ങനെ പോയി. ഈ കാലം 2 സർജറിയാണ്. ഒരു 10 ലക്ഷം വരും. പിന്നെ നട്ടലിനോട് ഒരു ബോൾട്ട് ഇടണം. അങ്ങനെയാണ്. കാല് നീറില്ല, 2 കാലം നീറില്ലാണ്ടായി പോയി. പിന്നെ എഴുന്നേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻഫെക്ഷൻ ഉണ്ടായാണ്. നട്ടലിനോട് ഇൻഫെക്ഷൻ ഉണ്ടായപ്പോൾ കാല് തളർന്നു. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. 2 മുട്ടിനും സർജറി ചെയ്യണം. നട്ടലിന് ഒരു ബോൾട്ട് ഇടണം. 5 ലക്ഷം രൂപയിലധികം ചികിത്സയ്ക്കായി നിലവിൽ ചെലവായി കഴിഞ്ഞു. വേദന നിവാരണ ഗുളിക കഴിച്ചാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. സ്വന്തമായി വീടില്ലാത്ത അനന്തകൃഷ്ണൻ ഭാര്യയ്ക്കൊപ്പം വാടക വീട്ടിലാണ് താമസം. പൂർണ്ണമായും കിടപ്പിലായ അനന്തകൃഷ്ണനെ വീട്ടിൽ തനിച്ചാക്കി ഭാര്യയ്ക്ക് ജോലിക്ക് പോകാനും സാധിക്കില്ല. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തിലാണ് ഇവർ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. നട്ടെല്ലിനും കാലിന്റെ 2 മുട്ടുകൾക്കും ഓപ്പറേഷൻ നടത്തിയാൽ അനന്തകൃഷ്ണന് എഴുന്നേറ്റ് നടക്കാനാകും. ഓപ്പറേഷനും മറ്റുമായി ഭീമമായ തുക വേണ്ടിവരുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ ഈ തുക കണ്ടെത്താൻ കുടുംബത്തിനാകുന്നില്ല. സുമനസ്സുകളുടെ സഹായമാണ് ഇനി ഇവരുടെ ഏക പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,055, പവന് 96,440. വെള്ളി ഗ്രാമിന് 275 രൂപ, കിലോ 2,75,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലൈവ് എക്സ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ MG രേണുക ചേരും. നമസ്കാരം.